ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഐ+ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിന്തകളാണ് പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ, കൂടുതൽ പ്രചോദിതരായി മാറട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഭാവിയൊന്നും ആരും മുൻകൂട്ടി തയ്യാറാക്കി ഒരു ബ്ലൂ പ്രിൻ്റാക്കി എടുത്ത് മാറ്റിവെച്ചിട്ടൊന്നുമില്ല. ഔദ്യോഗികപരമായ അല്ലെങ്കിൽ തൊഴിൽപരമായ തലവര നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. എപ്പോഴും നമ്മൾ പ്രചോദിപ്പിക്കുന്ന വലിയ ചിന്തകളുമായി, വലിയ സ്വപ്നങ്ങളുമായി ഐ+നോടൊപ്പമുള്ള നിങ്ങളുടെ യാത്ര തുടരട്ടെ. ആ സ്വപ്നങ്ങളും ചിന്തകളും എല്ലാം യാഥാർത്ഥ്യമായി മാറട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്ന് എന്ന് തന്നെ അടിവരയിട്ട് പറയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇച്ചിരി ലെങ്തി ആണ്. നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. എന്താണ് ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറഞ്ഞാൽ അമെൻമെൻറ്റ് പ്രൊവിഷൻസ് എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഈ അമെൻമെൻറ്റ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഭരണഘടനാ ഭേദഗതി ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരം കിട്ടും. അതായത് ഭരണഘടനയിൽ എന്തെങ്കിലും വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കുകയോ ഭരണഘടനയിൽ നിന്ന് എന്തെങ്കിലും വ്യവസ്ഥകൾ ഒഴിവാക്കുകയോ ഭരണഘടനയിൽ നിലവിലുള്ള എന്തെങ്കിലും വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ പേരാണ് ഭരണഘടനാ ഭേദഗതി. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻ അമെൻമെന്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ചേഞ്ച് ടു ഇറ്റ്സ് പ്രൊവിഷൻ. ഏതൊക്കെ? സച്ച് as ആഡിങ്, റിമൂവിങ് ഓർ മോഡിഫൈയിങ് സംതിങ്. ആഡിങ്, റിമൂവിങ്, മോഡിഫൈയിങ് സംതിങ്. കൂട്ടിച്ചേർക്കുക, ഒഴിവാക്കുക, ഉള്ളതിൽ മോഡിഫിക്കേഷൻ വരുത്തുക. ഭരണഘടനയിൽ നിന്ന് എന്ത് കാര്യങ്ങൾ മാറ്റം വരുത്തണമെങ്കിലോ എന്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിലോ എന്ത് കാര്യത്തിൽ ചേഞ്ചസ് വരുത്തുകയോ ചെയ്യണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സാക്കണം പാർലമെന്റിൽ. അങ്ങനെ ഉള്ള പ്രോസസ്സിന്റെ പേരാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മേക്കിംഗ് എ ചേഞ്ച്. എങ്ങനെ? making a change to its provision such as adding, removing or modifying something. Clear alle? നോക്കാം. The procedure laid down for amendment is neither as easy as in Britain nor as difficult as in USA. നിങ്ങൾക്കറിയാം, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത് അത്ര ഈസി അല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. ബട്ട് it is easy to amend the constitution of Britain. ഇന്ത്യൻ ഭരണഘടനയോ അമേരിക്കൻ ഭരണഘടന ഭേദഗതി എന്നത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു, ബ്രിട്ടീഷ് ഭരണഘടന ഭേദഗതി എന്നത് ഈസി ആണെന്നും പറഞ്ഞു. അപ്പം അടുത്ത നമ്മുടെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ അതോ വളരെ ഈസിയാണോ? നിങ്ങൾ എങ്ങനെ പറയും? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് അത്ര വലിയ ഈസിയുമല്ല, അത്ര വലിയ ഡിഫിക്കൽട്ടുമല്ല. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൈദർ വെരി ഫ്ലെക്സിബിൾ നോർ വെരി റിജിഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന അയവുള്ളതും എന്നാൽ ദൃഢവുമാണ്, എന്നാൽ അയവുള്ളതുമല്ല ദൃഢവുമല്ല. പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. അപ്പം ഭരണഘടന ഭേദഗതി ചെയ്യാൻ പ്രയാസമുണ്ടോ അതോ എളുപ്പം ഭേദഗതി ചെയ്യാമോ എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സർട്ടൺ പ്രൊവിഷൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഈസിലി അമെൻഡഡ്.
Certain other provisions can be amended with a difficult procedure. അത്രേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില കാര്യങ്ങൾ എളുപ്പം ഭേദഗതി ചെയ്യാം, ചില കാര്യങ്ങൾ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെയോ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൈദർ വെരി ഫ്ലെക്സിബിൾ നോർ വെരി റിജിഡ്. ഇറ്റ് ഈസ് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ട്ലി റിജിഡ്. മനസ്സിലാക്കി വെക്കുക. ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ആദ്യമേ പഠിക്കുകയാണ്. പാർട്ട് റിലേറ്റിംഗ് ടു അമെൻമെന്റ്. അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭാഗം. ഇന്ത്യൻ ഭരണഘടനയിൽ 25 പാർട്സ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോ 25 പാർട്സ്. ആ 25 പാർട്സിൽ ഏത് ഭാഗത്താണ് അമെൻമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? വെരി ഇമ്പോർട്ടൻ്റ്. പാർട്ട് 20. ഇങ്ങനെ ഇടുന്ന റോമൻ ലെറ്ററിൽ ഇടുന്ന എന്താണെന്ന് അറിയാമല്ലോ, ഇതാണ് 20 ആണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് 2 തെറ്റ് എന്ന് വായിച്ചു വയ്ക്കരുത് കേട്ടോ. അപ്പം പാർട്ട് 20 ഡീൽസ് വിത്ത് അമെൻമെന്റ് പ്രൊവിഷൻസ്. Which article, very important, article relating to the amendment of constitution, article 368, 368, ഇന്ത്യൻ ഭരണഘടനയിലെ 368 ആർട്ടിക്കിൾ പ്രകാരം ആണ് ഭരണഘടന ഭേദഗതി എന്നത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമേത്? 20. എന്താണ് ഭേദഗതി? മേക്കിംഗ് ചേഞ്ചസ് ബൈ ആഡിങ്, അല്ലെങ്കിൽ ഡിഡക്റ്റിംഗ്, എലിമിനേറ്റിംഗ് ഓർ മേക്കിംഗ് മോഡിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് അമെൻമെന്റ്. പാർട്ട് 20 ആർട്ടിക്കിൾ 368. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് അമെൻഡഡ് ഇൻ വിച്ച് ഇയർ? എന്നാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 1951. 1951 വ്യക്തമായി പഠിക്കണം. നിങ്ങൾ അസംബ്ലിയൊക്കെ പഠിച്ചപ്പോൾ കുറേ ഇയർ ഓർഡറായി പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അസംബ്ലിയൊക്കെ പഠിച്ചപ്പോൾ കുറേ ഇയർ ഓർഡറായിട്ട് നമ്മൾ പഠിച്ചു വെച്ചത് അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്തോ? അതായത് 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ്. 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഫോംഡ്. 1948 ഡ്രാഫ്റ്റ് വാസ് പബ്ലിഷ്ഡ്. 1949 Constitution was approved. 1950 Constitution came into force. 1951 First Amendment. എന്ത് ഈസി, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1949 അംഗീകരിക്കപ്പെട്ട 1950 നിലവിൽ വന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് അമെൻഡഡ് ഇൻ ദി ഇയർ 1951. മറക്കരുത്. ഇനി ഹു ഇസ് ദി അമെൻമെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടന ഭേദഗതിയുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഒരു സംശയവും വേണ്ട, പാർലമെന്റ്. പാർലമെന്റിനല്ലാതെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ മറ്റാർക്കും അധികാരമില്ല. നമ്മൾ വലിയ സംശയം വരും. അമെൻമെന്റ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ പ്രസിഡന്റ്, പാർലമെന്റ്, സുപ്രീം കോർട്ട്, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരും. നമുക്ക് സംശയം തോന്നും ചിലപ്പോൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് അല്ലേ പ്രസിഡന്റ്, അപ്പൊ അദ്ദേഹത്തിന് ഭരണഘടന അമെൻഡ് ചെയ്തുകൂടെ? തൊടാനുള്ള അവകാശമില്ല. ഇനി നമ്മൾ പറയും ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഏത്? സുപ്രീം കോർട്ട്. അപ്പൊ സുപ്രീം കോർട്ടിന് ഭേദഗതി ചെയ്തുകൂടെ? പറ്റില്ല. ഭേദഗതി ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു അതോറിറ്റിയേ ഉള്ളൂ, അത് പാർലമെന്റ് ആണ്. ഇനി പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. രാജ്യസഭ, ലോകസഭ, പ്രസിഡന്റ്. ഇത് മൂന്നും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. ഈ 3 ഘടകങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഭേദഗതി നിയമം യാഥാർത്ഥ്യമാകുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അമെൻമെന്റ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ്. പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് രാജ്യസഭ, ലോക്സഭ, ദി പ്രസിഡന്റ്. ക്ലിയർ അല്ലേ? പാർട്ട് 20 ആർട്ടിക്കിൾ 368 amended for the first time in 1951. Amendment authority parliament. Constitutional amendment India borrowed from South
സൗത്ത് ആഫ്രിക്ക. മറക്കരുത്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അമെൻമെന്റ് പ്രൊസീജിയർ നമ്മൾ കടം വാങ്ങിയത്. അമെൻമെന്റ് പ്രൊവിഷൻ കടം വാങ്ങിയത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത് എവിടെ എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദി അമെൻമെന്റ് ആക്ട് വിച്ച് എംപവേർഡ് പാർലമെന്റ് ടു അമെൻഡ് എനി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ ഒരു അമെൻമെന്റ് ആണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭേദഗതി 24th അമെൻമെന്റ് ആക്ട് 1971. പ്രിയാമ്പിൾ പഠിച്ചപ്പോ മറ്റെവിടെയൊക്കെയോ നമ്മൾ ഇത് പരാമർശിച്ചു, മറക്കാതിരിക്കുക. ഇവിടെ അമെൻമെന്റ് പഠിക്കുമ്പോൾ അമെൻഡ് ചെയ്യാനുള്ള പാർലമെന്റിന്റെ ഒരു അധികാരം പറയുന്ന ഭേദഗതിയും കൂടി ഒന്ന് ഓർമ്മിച്ചുകൊള്ളുക. Which Amendment Act empowers Parliament to amend any part of Constitution including fundamental rights എന്ന് പറയുമ്പോൾ അത് 24th അമെൻമെന്റ് ആണ്. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ എല്ലാം അമെൻഡ് ചെയ്യാൻ പറ്റുമോ പാർലമെന്റിന്? പറ്റില്ല. ഏത് അമെൻഡ് ചെയ്യാൻ പറ്റില്ല? ബേസിക് സ്ട്രക്ചർ. അതും കൂടി ഇവിടെ ഒന്ന് ഓർത്തോളുക. നമ്മൾ പഠിച്ചതാണ് നമ്മൾ പ്രിയാമ്പിൾ പഠിച്ചപ്പോൾ ഇതൊക്കെ വ്യക്തമായി പഠിച്ചതാണ്. However, the parliament cannot amend those provisions which form the basic structure of the constitution. അതായത് ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ cannot be amended by the parliament according to the judgment of which case. ഏത് കേസിന്റെ ജഡ്ജ്മെന്റിലായിരുന്നു സുപ്രീം കോടതി അങ്ങനെ വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസ് 1973 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പാർലമെന്റ് ക്യാൻ അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എനി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ ദി പാർലമെന്റ് അക്കോർഡിംഗ് ടു 24th അമെൻമെന്റ് ആക്ട് 1971. ബട്ട് ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ cannot be amended. This was stated in which case? കേശവാനന്ദ ഭാരതി കേസ് 1973. ക്ലിയർ അല്ലേ? ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി അമെൻഡഡ് ഇൻ 3 ways. ഇനി വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് 3 മാർഗങ്ങളുണ്ട്. 3 ways. Constitution can be amended in 3 ways. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് 3 മാർഗങ്ങളുണ്ട്. ശ്രദ്ധിക്കുക. ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ്, by special majority of parliament, by special majority of parliament with ratification of state legislative assembly. നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ്. ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു പോകാം, ക്ലിയർ ചെയ്തു പോവുക. 3 മാർഗങ്ങളിലൂടെ. How many methods are there for amendment of Indian constitution? 3 methods. ഏതൊക്കെ? ബൈ സിമ്പിൾ മെജോറിറ്റി. എന്താണെന്ന് പറയാം. സിമ്പിൾ മെജോറിറ്റി മലയാളത്തിൽ പറഞ്ഞാൽ ലളിതമായ ഭൂരിപക്ഷത്തിൽ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം. ബൈ സ്പെഷ്യൽ മെജോറിറ്റി, പാർലമെന്റിലെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി മാത്രമേ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. മൂന്നാമത്തത് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് റാറ്റിഫിക്കേഷൻ ബൈ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. ഇതൊന്ന് ശ്രദ്ധിക്കണം. പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോരാ, അതിനെ അംഗീകരിച്ചിരിക്കണം? കുറഞ്ഞത് പകുതി സംസ്ഥാന നിയമസഭകളുടെ പിന്തുണയും ഉണ്ടായിരിക്കണം. പാർലമെന്റിലെ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, സംസ്ഥാന നിയമസഭകളിൽ പകുതി എങ്കിലും സപ്പോർട്ട് ചെയ്യുകയും വേണം. എന്താണെന്ന് വിശദീകരിക്കാം. ഇപ്പൊ ആദ്യം അതൊന്നും പേരുകളൊന്നും ഓർമ്മിച്ചിരുന്നാൽ മതി. അതിലേക്ക് വരാൻ പോവുകയാണ്. ഈ 3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. എന്താണ് സിമ്പിൾ മെജോറിറ്റി, എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി, എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ബൈ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറയാൻ പോവുകയാണ്. ഇനി ആർട്ടിക്കിൾ 368 നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 368 പ്രൊവൈഡ്സ് ഫോർ ദി ലാസ്റ്റ് 2 types ഓഫ് അമെൻമെന്റ്. ഇപ്പം 3 ടൈപ്പ് അമെൻമെന്റ് പഠിച്ചല്ലോ. അതിൽ ആദ്യം പറഞ്ഞത് ആർട്ടിക്കിൾ 360യുടെ പരിധിയിൽ വരുന്നതല്ല. ഏത്? ബൈ സിമ്പിൾ മെജോറിറ്റി. അമെൻമെന്റ് ബൈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368ന്റെ പരിധിയിൽ വരുന്നതല്ല. 368ന്റെ പരിധിയിൽ 2 അമെൻമെന്റുകളേ വരുന്നുള്ളൂ. അമെൻമെന്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ്, അടുത്തത് അമെൻമെന്റ് ബൈ
സ്പെഷ്യൽ മെജോറിറ്റി പാർലമെന്റ് ആൻഡ് റാറ്റിഫിക്കേഷൻ ബൈ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. എന്താണ് നമുക്ക് പറയാം? ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങൾ നോക്കൂ, ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ പോകാം. ഇപ്പം നേരത്തെ ആ 3 പറഞ്ഞപ്പോൾ വ്യക്തമായൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നെനിക്കറിയാം, പക്ഷെ ഇനി നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ടൈപ്പ് ഇതാണ്, ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. ശ്രദ്ധിച്ച് കേൾക്കണം. സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതൽ ഭൂരിപക്ഷം പിന്തുണ ഉണ്ടായിരിക്കണം, എങ്കിലേ അവിടെ സിമ്പിൾ മെജോറിറ്റി ഉള്ളൂ എന്ന് പറയാം. എങ്ങനെയാണ് ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്. നമ്പർ ഓഫ് പ്രൊവിഷൻസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് 2 ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. 2 സഭയിലും സിമ്പിൾ മെജോറിറ്റി എന്താണെന്ന് പറയുകയാണ്. അത് എന്താണെന്ന് ഞാൻ ഒന്ന് വ്യക്തമാക്കാം. ഇവിടെ അത് വ്യക്തമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. വാട്ട് യു മീൻ ബൈ സിമ്പിൾ മെജോറിറ്റി? സിമ്പിൾ മെജോറിറ്റി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണേ. സിമ്പിൾ മെജോറിറ്റി മീൻസ് മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതൽ പിന്തുണയുണ്ടെങ്കിൽ അവിടെ ലളിത ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി ഉണ്ടെന്ന് പറയാം. ഞാൻ ഉദാഹരണം പറയാം, ഒരു ഇല്ലസ്ട്രേഷനിലൂടെ അതൊന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി തരാം. പാർലമെന്റിൽ ലോകസഭ എടുക്കാം. ലോകസഭയിൽ എത്ര അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? ലോകസഭയിൽ 543 പേരാണ് ഇപ്പോൾ ഉള്ളത്. ലോകസഭാ സമ്മേളനം വിളിച്ചു. ലോകസഭാ സമ്മേളനം വിളിച്ചപ്പോൾ അതിൽ 500 പേര് മാത്രമേ പങ്കെടുത്തുള്ളൂ. സഭയിൽ 500 പേരെ പങ്കെടുത്തുള്ളൂ, 43 പേര് ആബ്സെന്റ്. ഇനി സഭയിൽ ഒരു വോട്ടെടുപ്പ് നടക്കുകയാണ്, ഏതെങ്കിലും ഒരു വിഷയം വന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. ആ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ 100 പേര് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവർ 400 പേര് ഉള്ളൂ എന്നർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കണം. ആകെ അംഗങ്ങൾ 543, സഭയിൽ പങ്കെടുത്തവർ 500, അതിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തവർ 400. എങ്കിൽ ഈ 400ന്റെ 50% കൂടുതൽ എന്ന് പറഞ്ഞാൽ 400ന്റെ 50% എന്ന് പറയുമ്പോൾ 200. ഒരാളെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിലേ, 201 പേരെങ്കിലും ഉണ്ടെങ്കിലേ, അത് സപ്പോർട്ട് ചെയ്തെങ്കിലേ അവിടെ സിമ്പിൾ മെജോറിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? സഭയിൽ പങ്കെടുത്തവരല്ല, സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ. ആ ഫ്രേസ് ശ്രദ്ധിക്കണം. മെമ്പേഴ്സ് പ്രസന്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ 50% കൂടുതൽ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ സിമ്പിൾ മെജോറിറ്റി. അപ്പൊ അത് ലോകസഭ. രാജ്യസഭയാകുമ്പോൾ ഇതുപോലെ തന്നെ അവിടെ എത്ര പേര് പങ്കെടുക്കുന്നുവോ, പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നുവോ, അതിൽ 50% കൂടുതൽ ഉണ്ടെങ്കിലേ അവിടെയും ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരു സഭകളിലും സിമ്പിൾ മെജോറിറ്റിയോടുകൂടി ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം, ചില തീരുമാനങ്ങൾ പാർലമെന്റിന് എടുക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ മെജോറിറ്റി തെറ്റിപ്പോകരുത്. സഭയിൽ പങ്കെടുക്കുന്നവരുടെ 50% കൂടുതലല്ല, പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതലാണ്. മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പർ പ്രസന്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ് ആണ് നമ്മൾ പറയുന്നത് സിമ്പിൾ മെജോറിറ്റി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഭേദഗതിയാണ് 368 വകുപ്പിന്റെ പരിധിയിൽ വരാത്തത്. ഇത് 368ന്റെ പരിധിയിൽ വരുന്നതല്ല, അല്ലാതെ പറയുന്ന സാധാരണ ഭൂരിപക്ഷം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഈ മെജോറിറ്റി ഉപയോഗിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ മെജോറിറ്റി വെച്ചാണ് എന്നും കൂടി മനസ്സിലാക്കുക. ഇനി അതിന് ഉദാഹരണം പറയാം. A number of provisions in the constitution can be amended by simple majority of 2 houses of the parliament. These provisions include, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ ഏത് മെജോറിറ്റിയാണ് വേണ്ടതെന്ന് ചോദിക്കാം. എന്തൊക്കെ? ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ പോകുന്നു. 28 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ലാസ്റ്റ് തെലങ്കാന നിങ്ങൾക്കറിയാം.
29ാമതൊരു സംസ്ഥാനം കൂടി ഇപ്പം രൂപീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അത് എങ്ങനെ തീരുമാനമെടുക്കാം? പാർലമെന്റിലെ സിമ്പിൾ മെജോറിറ്റി മതി. പാർലമെന്റ് വിളിച്ച് ഇരു സഭകളിലും പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതൽ പിന്തുണയുണ്ടെങ്കിൽ പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാം. അപ്പോൾ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, ആൾട്രേഷൻ ഓഫ് ഏരിയാസ്, നമ്മുടെ അതിർത്തികളിൽ മാറ്റം വരുത്തരുത്, ബൗണ്ടറീസ് ഓർ നൈംസ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്, ചേഞ്ചിങ് നൈം ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ദി ബൗണ്ടറീസ്, അതിർത്തികളിൽ മാറ്റം വരുത്തുന്നു, പേരിൽ ചേഞ്ചിങ് ദി നൈം ആൻഡ് ബൗണ്ടറീസ് ഓഫ് ദി സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ പേരിൽ അതിൻ്റെ എന്താ പറയുന്നത് അതിർത്തിയിലൊക്കെ മാറ്റം വരുത്തുന്നു. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സിമ്പിൾ മെജോറിറ്റി മതി. അപ്പോൾ പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കുന്നതിനോ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലോ പേരിലോ മാറ്റം വരുത്തുന്നതിനോ സിമ്പിൾ മെജോറിറ്റി മതി. ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്, ന്യൂ സ്റ്റേറ്റ്സ്, ആൾട്രേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നൈംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, അലഹബാദ് പ്രയാഗ്രാജായി മാറി, ഇങ്ങനെ സ്ഥലങ്ങളുടെ ഒറീസ ഒഡീഷയായി മാറി. ഇതൊക്കെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണെന്ന് അർത്ഥം. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി അബോളിഷൻ ഓർ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ ദി സ്റ്റേറ്റ്. നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നിങ്ങൾക്കറിയാമല്ലോ, ചില സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പുറമെ ഒരു കൗൺസിൽ കൂടെ കാണും. നമ്മുടെ സംസ്ഥാനം കേരളത്തിന് ഒരു മണ്ഡലമേ ഉള്ളൂ, ഏകമണ്ഡല സംവിധാനമാണ് കേരളം എന്ന് പറയുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, കൗൺസിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി കൗൺസില്, അങ്ങനെ ഒരു കൗൺസിൽ കൂടി കേരളത്തിന് രൂപീകരിക്കണം എന്നിരിക്കട്ടെ. കേരളത്തിന് ഒരു കൗൺസിൽ കൂടി രൂപീകരിക്കുന്നു. പാർലമെന്റിലെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് തീരുമാനമെടുക്കാം. ഉള്ള കൗൺസിൽ ഇല്ലാതാക്കുന്നു. കൗൺസിൽ ഇപ്പൊ നിലവിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ കൗൺസില് ദ്വിമണ്ഡല സമ്പ്രദായമുള്ള ഒരു സംസ്ഥാനം ഏകമണ്ഡലത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പാർലമെന്റിൽ സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു തീരുമാനം എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അടുത്ത എന്താണ് പറയുന്നത്? സെക്കൻഡ് ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ദി പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ, ജഡ്ജസ് എക്സെട്ര. അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ജഡ്ജിമാരുടെയോ സ്പീക്കറുടെയോ അതുപോലെ തന്നെ എന്താണ് ഗവർണർമാരുടെയോ പ്രസിഡന്റിൻ്റെയോ ഒക്കെ ശമ്പളത്തിൽ മാറ്റം വരുത്താൻ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് തീരുമാനമെടുക്കാം. അത്രയേ ഉള്ളൂ. അടുത്ത നോക്ക്, കോറം ഇൻ പാർലമെന്റ്. പാർലമെന്റിലെ കോറം ഇപ്പൊ 10-1 പാർലമെന്റിലെ കോറം. അതിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് തീരുമാനമെടുക്കാം. സാലറീസ് ആൻഡ് അലവൻസസ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് അംഗങ്ങളുടെ MP-മാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളിലും മാറ്റം വരുത്തണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. റൂൾ ഓഫ് പ്രൊസീജിയർ ഇൻ ദി പാർലമെന്റ്. പാർലമെന്റിലെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. പ്രിവിലേജസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ അവകാശ അധികാരങ്ങൾ, ഇറ്റ്സ് മെമ്പേഴ്സ്, പാർലമെന്റിന്റെ അംഗങ്ങളുടെ അവകാശ അധികാരങ്ങൾ, ആൻഡ് ഇറ്റ്സ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ മാറ്റം വരുത്താനും തീരുമാനമെടുക്കാനും സിമ്പിൾ മെജോറിറ്റി മതി. യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ പാർലമെന്റ്. പാർലമെന്റിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നൊക്കെ തീരുമാനം, അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് മാറ്റുന്ന കാര്യം, ഇതെല്ലാം സിമ്പിൾ മെജോറിറ്റി കൊണ്ട് തീരുമാനിക്കാം. യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്, നമ്മുടെ ഔദ്യോഗിക ഭാഷയുടെ ഉപയോഗം. സിറ്റിസൺഷിപ്പ് അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ. പൗരത്വം നേടലും ഒഴിവാക്കലും റദ്ദാക്കലും. പൗരത്വം നേടുന്നതിനും ഉള്ള മാർഗങ്ങൾ, ഒഴിവാക്കുന്നതിന് മാർഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇലക്ഷൻ ടു പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സിമ്പിൾ മെജോറിറ്റി മതി. യൂണിയൻ ടെറിട്ടറി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 5th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ഭൂവിഭാഗങ്ങളുടെ ഭരണം, അതും സിമ്പിൾ മെജോറിറ്റി കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. 6th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഗോത്രവർഗങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം സിമ്പിൾ മെജോറിറ്റി കൊണ്ട് എടുക്കാവുന്നതാണ്. ഇവിടെ പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫോർമേഷൻ, ഇതാണ് സ്ഥിരം ചോദിക്കുന്നത്, ശ്രദ്ധിച്ചോളുക. ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്.
ഏത് മെജോറിറ്റിയാണ് ആവശ്യം ചോദിക്കാം. അതുപോലെ ചോദിക്കാവുന്ന മറ്റൊരു ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ്, അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ. പൗരത്വം സ്വീകരിക്കലും അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും, റദ്ദാക്കപ്പെടലും ഏത് മെജോറിറ്റിയിൽ കൊണ്ട് തീരുമാനിക്കാവുന്നതാണത്? സിമ്പിൾ മെജോറിറ്റി. ഇങ്ങനെയുള്ള ചില പ്രത്യേക പോയിന്റുകൾ പഠിക്കണം. ഇത് ഏതുകൊണ്ട് ചോദിക്കാം, എങ്കിലും ഞാൻ പ്രധാനപ്പെട്ടത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അടുത്ത നമുക്ക് നോക്കാം ബൈ സ്പെഷ്യൽ മെജോറിറ്റി. അപ്പോൾ എന്താണ്? 3 തരം മെജോറിറ്റികളുണ്ട് എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എന്നത് 3 മാർഗങ്ങളിലൂടെയാണെന്ന് പറഞ്ഞു. ബൈ സിമ്പിൾ മെജോറിറ്റി പാർലമെന്റില് പാർലമെന്റിലെ 2 സഭകളിൽ ഓരോ സഭയിലും പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 2 പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതലാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ചില കാര്യങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് നമ്മൾ പഠിച്ചു. ഇനി നോക്ക് ബൈ സ്പെഷ്യൽ മെജോറിറ്റി. പ്രത്യേക ഭൂരിപക്ഷം, സവിശേഷ ഭൂരിപക്ഷം എന്നൊക്കെയാണ് സ്പെഷ്യൽ മെജോറിറ്റിയെ പറയുന്നത്. എന്താണ് ഈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ മെജോറിറ്റി മീൻസ് മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റിങ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ് എന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിങ്ങൾ പറയണം മെജോറിറ്റി ഓഫ് അല്ലെങ്കിൽ 2/3 മെജോറിറ്റി, അങ്ങനെ പറഞ്ഞാൽ മതി. 2/3 മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റിങ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. 2/3 ഭൂരിപക്ഷവും ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റിങ് ഇൻ ദി ഹൗസ്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷവും ആ സഭയിലെ മൊത്തം അംഗങ്ങളുടെ 50%. മനസ്സിലാവുന്നുണ്ടല്ലോ? സിമ്പിൾ മെജോറിറ്റി മീൻസ് മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റിങ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. ഇനി സ്പെഷ്യൽ മെജോറിറ്റി മീൻസ് 2/3 മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റിങ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ് പ്ലസ് ഹാഫ് ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്. ആ സഭയിലെ മൊത്തം അംഗങ്ങളുടെ 50% ഉണ്ടെങ്കിൽ മാത്രമേ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ആ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി ഭേദഗതിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഓൾ അതർ പ്രൊവിഷൻ വിച്ച് ആർ നോട്ട് കവേർഡ് ബൈ ഫസ്റ്റ് ആൻഡ് തേർഡ് കാറ്റഗറി. ആദ്യം പറഞ്ഞത് ഇനി പറയാൻ പോകുന്നതുമായ കാര്യങ്ങൾ ഉൾപ്പെടാത്തതല്ല. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇത്രയും ഓർത്താൽ മതി നിങ്ങൾ ഇവിടെ ഈ ബൈ സ്പെഷ്യൽ മെജോറിറ്റി. ഇനി ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം. ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്. സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോരാ, പാർലമെന്റിലെ സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോരാ, സംസ്ഥാനങ്ങളുടെ പകുതി പിന്തുണയും കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. അത് കുറെ കൂടെ സ്ട്രോങ് ആണ്. പ്രസിഡന്റ് ഇലക്ഷന്റെ രീതി, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഇറ്റ്സ് മാനർ. അടുത്തത് എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും എക്സിക്യൂട്ടീവ് പവറിൽ മാറ്റം വരുത്തുന്നത്. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് എന്നിവയിൽ മാറ്റം വരുത്തുന്നത്. ഇതൊക്കെ സ്പെഷ്യൽ മെജോറിറ്റി കൊണ്ടേ സാധിക്കുള്ളൂ. മെജോറിറ്റി നമുക്ക് പാർലമെന്റ് പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയും തൽക്കാലം ഓർമ്മിച്ചോളുക. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയമായി. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.